ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പ്രഷർ വണ്ടി. നമ്മളത് വർക്കിങ്ങിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിക്കപ്പിൻ്റെ ലോ പിക്കപ്പ് കുറവ്, അതുപോലെ റണ്ണിങ്ങിൽ ഡബിൾ സ്റ്റോപ്പ് ഇരിക്കുമ്പോൾ ഒരു ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നൊരു സൗണ്ട്, അതിൻ്റെ പിക്കപ്പിൻ്റെ സൗണ്ട് മറ്റേ ഒരു സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് ഒരേ കംപ്ലയിൻ്റാണ്. കംപ്ലയിൻറ്റ്സ് പറയാൻ ഞങ്ങളുടെ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഓയിൽ സീൽ കംപ്ലയിൻ്റ് ആയിട്ട് ആ ഓയിൽ ലീക്ക് വന്നിട്ട് ഈ ബെൽറ്റിൽ ഉണ്ടോ, ഈ ഡ്രൈവ് ബെൽറ്റിൽ കൂടെ കയറി വന്നിട്ട് അത് സ്ലിപ്പായി പോകുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു. ആ വണ്ടി റണ്ണിങ്ങിൽ കൈയ്യോട്ട് പോകുമ്പോൾ ഒരു സൗണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ഈ ഓയിൽ സീൽ മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. അല്ലാതെ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ആ ഓയിലേക്ക് വന്നിട്ട് ആ ഓയിൽ ബെൽറ്റ് കയറിയിട്ട് സ്ലിപ്പ് ആവുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ ഈ മെക്കാനിസം കംപ്ലയിൻ്റ് ആണ്. മെക്കാനിസം പറഞ്ഞാൽ നമുക്ക് ഈ സൂചി വർക്ക് ചെയ്യും, അതിൻ്റെ അക്കങ്ങളും മാറില്ല. അതിൻ്റെ ആ മെക്കാനിസത്തിന് കംപ്ലയിൻ്റ് ആണ്. തൽക്കാലം നമുക്ക് ആ കേബിൾ മാറ്റി കഴിഞ്ഞാൽ സൂചി വർക്ക് ചെയ്യാൻ കേട്ടോ, എന്നാലും അക്കങ്ങൾ മാറില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കേബിൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആകും.